നമുക്കിന്ന് ഒരു സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കിയാലോ? ഇതിനധികം വെജിറ്റബിൾസിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഞാൻ പരിപ്പ് നന്നായി കഴുകി വെള്ളവും ചേർത്ത് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് ഇത് വേവിക്കാൻ വെക്കാം. നമുക്കിത് 4 വിസിലാവുന്നവരെ വേവിക്കാൻ വെക്കാം. ഞാൻ പാൻ അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കിതിലേക്ക് കടുക് ചേർക്കാം. കടുകിൻ്റെ കൂടെ തന്നെ നമുക്ക് ജീരകം ചേർക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്, നമുക്ക് ജീരകം കൂടി ചേർക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ചുവന്ന മുളക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ ഉള്ളി ചേർക്കാം. എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്തു. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 5 വെളുത്തുള്ളി ചേർക്കാം. 5 വെളുത്തുള്ളി ചേർത്തു. ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉള്ളി നല്ലതുപോലെ വഴണ്ടി വരണം. ഞാൻ വെളുത്തുള്ളി ചെറിയ കഷ്ണാക്കിയാണ് ചേർത്തത്. നന്നായി വഴണ്ടി വരട്ടെ. വഴണ്ടി വരുന്നുണ്ട്. കുറച്ചും കൂടി നമുക്ക് നന്നായി വഴറ്റാം. അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. 3 ചെറിയ തക്കാളിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തത്. ഇത് നന്നായി വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാം. ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്തു. എല്ലാം കൂടി മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നേരത്തെ വേവിക്കാൻ വെച്ച പരിപ്പ് ചേർക്കാം. ഞാൻ പരിപ്പ് ഒരു 9 വിസിൽ വരെ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വേവാൻ സമയമെടുത്തു.
നമുക്കിനി ഇതിലേക്ക് പരിപ്പ് ചേർക്കാം. ഇതിലേക്ക് ഞാൻ പരിപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് പുളി ചേർക്കാം. ഞാൻ പുളിയും വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർക്കാം. പുളിയും വെള്ളവും ചേർത്തു. ഇനി ഇതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ചേർക്കാം. സാമ്പാർ പൊടിയും ചേർത്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെള്ളവും ചേർത്തു. ഇനി ഇത് തിളക്കട്ടെ. ഒരു 3-4 മിനിറ്റ് നമുക്ക് തിളക്കാൻ വെക്കാം. ഇതിനി അടച്ചു വെക്കാം. 3-4 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വീണ്ടും നോക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മല്ലിയിലും കൂടി ചേർക്കാം. ഞാൻ ഓഫ് ചെയ്യാനായി. നമുക്കിനി ഇത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.